എന്താവും വെച്ചാ ജോലിക്കൊന്നും പോയില്ലേ? ജോലിക്ക് പോയി, ജോലിയും പോയി. അടിപൊളി. കുഞ്ഞച്ചാ സ്ഥലം വരെ പോയാലോ? ബാ. കുഞ്ഞച്ചങ്ങ് വന്നേ പറയട്ടെ. കുഞ്ഞച്ചൻ അറിഞ്ഞായിരുന്നോ നമ്മുടെ സദാശിവൻ ചേട്ടൻ്റെ മോൻ മരിച്ച്? അറിഞ്ഞായിരുന്നു. ആത്മഹത്യല്ലേ? ഇങ്ങനെയൊക്കെ നാട്ടുകാർ പറയാനുണ്ടെങ്കിലും ചെക്കൻ്റെ ബോഡി കിട്ടിയത് നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ്റെ പറമ്പിൽ നിന്നാണ്. കണ്ണു മുഖമൊക്കെ ഇങ്ങനെ വീർത്തിലളിഞ്ഞ് നമ്മുടെ കരച്ചിലേക്കണം. ഇപ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു. ഒരു മാസം മുമ്പ് വരെ അവിടെ പോലീസ് പെട്രോൾ ഉണ്ടായിരുന്നല്ല, ഇത് നിർത്തി കഴിഞ്ഞപ്പോൾ പിന്നെയും തുടങ്ങി. നീ ഇവിടെ എത്ര നാളുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്തായാലും ഇവിടെ എന്താ സംഭവിക്കണമെന്ന് എനിക്കൊന്ന് അറിയണം. അതറിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഞാൻ കാശ്മീർ വഴി കറങ്ങി, ഒന്നുമില്ല ലഡാക്കൊക്കെ ഇറങ്ങി, അങ്ങനെ ഇറങ്ങി ഞാൻ കറക്റ്റ് ഓർമ്മ നോക്കത്തില്ല. ഇങ്ങനെ കടന്നാൽ മതിയാ? പറമ്പായ പറമ്പൊക്കെ ടെൻ്റ് അടിച്ച് ഒരു പാർട്ണറൊക്കെ വേണ്ടേ? കുഞ്ഞച്ചങ്ങ വന്ന് ലൈഫിൽ സെറ്റിലാണോടാ? ഇത്രയൊക്കെ പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും അന്ധവിശ്വാസങ്ങൾക്കൊരു കുറവില്ലല്ലേ? എടാ എങ്ങോട്ടാ നീ എന്നെ കൊണ്ടുപോകണം? തങ്കച്ചൻ്റെ പറമ്പിലേക്ക്. ഒരു മാസം കൊണ്ട് ഞാനിപ്പോൾ അവിടെ നിൽക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സവാട്ടി ഒന്നും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയില്ല. സെബാട്ടി സീനാക്കൂലേ? കള്ളുപിടിച്ച് നമ്മൾ കുറച്ച് പുതക്കണല്ലോ ഒരു അതിന് വേറെ വിഷയമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. നിങ്ങളുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കും, അത്രേ ഉള്ളൂ. സവാട്ടി അങ്ങനെ വലിയ കുഴപ്പമില്ലാണെന്നല്ലോ. ശുദ്ധനാണ് ഈ കള്ളുപിടിച്ച് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പം പറയും, അത് കഴിയുമ്പോൾ കെട്ടിക്കാൻ മനസ്സിലാവും. മറ്റുള്ള പേരെന്നാണ് പറഞ്ഞത്? വിൻസെന്റ്. ആ സ്കൂളിലെ പ്രിൻസിപ്പള്. പ്രിൻസിപ്പൾ. അയാളെ വീട് എവിടെ? എടാ ഞാൻ പറഞ്ഞില്ലേ, പള്ളിയുടെ അടുത്ത് 2 നില വീട്. നാരുടെ കാലം വെച്ചിട്ടാണ് അഡ്മിഷൻ അടിച്ചിരിക്കണത്. അവനോട് തിണ്ടിയാണ് അവൻ്റെ അപ്പം, അതിനേക്കാളും വലിയ തിണ്ടിയാണ്. പണ്ട് ഓർമ്മയുണ്ട ചെറിലിട്ട് പാറ്റിയിട്ട് എല്ലാവരും കൂടി ഇടിച്ച് പഞ്ഞിക്കിട്ട് തലക്കെട്ട കൂട്ടി പാലിമ്പളം വരുത്തരുത് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നു. ഓർത്തിട്ട് സാറ് എന്തിനാണ് സാർ സങ്കടപ്പെട്ടിരിക്കുന്നത്? കണ്ട് തെറി വിളിച്ചപ്പോൾ എന്തിനും മനസ്സിലാവും. ഇനി നമുക്ക് പോവാം. കാലിലൊക്കെ ഇപ്പോഴാണ് ഉഷാറായത്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു തോന്നലടാ. എന്താ ഇപ്പം അങ്ങനെ ഒരു തോന്നല്? ഇത്രയും നാളും കഷ്ടപ്പെട്ടത് വെറുതെ ആണെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ.
ഒന്നും അങ്ങ് കയ്യിലിരിക്കണില്ലടാ. ഗാർഡൻ കൊടുത്തില്ല വൈകിട്ടതൊക്കെ കോഴിലെടുത്തിട്ട് പോയി. കോഴിയാ എന്തിന്? ഉണ്ട് വൈകിട്ടത്തൊക്കെ കാര്യമുണ്ട് കേട്ടോ. ഇതന്നെ ഇതച്ഛൻ അവിടെ കേട്ടോ. അതേ കേട്ടോ. ആ എന്താണ് ഞങ്ങളെ കൊണ്ടുകൊണ്ടാണ് ഡാഡിയാ ഇവിടെ കുറെ കോഴി ഉണ്ടല്ലോ ഡാഡി. ഒരത്തിനെ കൊണ്ട് തിന്നിട്ടേന്ന് ഷെയർ ഇങ്ങക്ക് വേണ്ടേ? കുറച്ച് മീൻ കൊണ്ടുവന്നെ. തീർച്ചയായിട്ടും. അല്ലാതെ ഈ വഴിക്കൊന്നും വരുന്നേട്ടാ. ഈ വഴിയല്ല ഡാഡി, ഒരു വഴിക്കും വരൂല. കൂടെ ആ ഡാഡി ജോലി കഴിഞ്ഞ് വന്നവരോ. റെഡി മറക്കരുതേട്ടാ. ഓക്കെ ഡാഡി. ഇതിനോട്ട് കുറെ പണിയുണ്ട് പൊളിക്കണ്ട്. ഇതാടാ പരിപാടി. ഡാഡിക്കല്ല പൈസ കൊടുത്താ. പൈസ കൊടുക്കണം. അതൊക്കെ പാട്ട സമ്പ്രദായമല്ലേ? ബാട്ട സമ്പ്രദായമല്ല, ബാട്ട സിസ്റ്റം. വരുമാനമൊന്നുമില്ലല്ലോ. അടിക്കണമെന്ന് പറഞ്ഞില്ലേ, ഇതൊരു വേറെ സംഭവം. ഇല്ല ഇല്ല ഇന്ന് ഞാൻ സെറ്റാക്കി പറ്റില്ല. നീ ഓക്കെ അല്ലാടാ? ആടാ ഞാൻ ഓക്കെ ആടാ, പക്ഷെ ഓക്കെ അല്ല. എന്താ അങ്ങനെ പറഞ്ഞേ? നിനക്കറിയാൻ പാടില്ല എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങള്. ഇപ്പൊ എന്താ പുതിയത്? പുതിയതെന്ത് പ്രശ്നം? എല്ലാ ദിവസവും പ്രശ്നങ്ങൾ തന്നെയാണ്. ഞാൻ നിന്റെ വിളിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ പുതിയതായിട്ട്? എന്നും പ്രശ്നങ്ങളാ വീട്ടില്. ഞാൻ സഹിച്ച് മടുത്ത്. ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു പിടിയുമില്ല. എല്ലാ ദിവസവും പ്രശ്നങ്ങളാണ്. ഇപ്പോഴാണെങ്കിൽ രാത്രി ഉറക്കവും. എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന്? എൻ്റെ കൂടെ ആരാ? വീട്ടിൽ അടുക്കളയിൽ കയറാൻ സമ്മതിക്കില്ല. ഇന്നലെ ഞാൻ ഫുഡ് പോലും ഉണ്ടാക്കിയില്ല. സ്വിഗ്ഗിയിൽ നിന്ന് വന്നിട്ട് ഓർഡർ ചെയ്തിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ കൊണ്ട് ഒരാൾ ബർത്ത്ഡേ പുറത്ത് കണ്ണും പിടിച്ചിരിക്കുമോ. ഞാൻ പേടിച്ചു പോയി. ഇയാളൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും നീ പറ? അതാണ് ഞാനറിയാത്ത പുതിയൊരാള്. ഞാൻ 5-6 പേരെ പൈസ കൊടുത്ത് വാടകയ്ക്ക് നിർത്തിയിട്ടുണ്ട്. നീ എന്നിട്ട് ഇത് വേറെ ആരോടെങ്കിലും പറഞ്ഞോ? ഞാൻ ആരോട് പറയാനോ? ഞാൻ ആരോടും പറയാനില്ലാത്തതുകൊണ്ട് ഞാനായിട്ട് തന്നെ ഒരു തീരുമാനം എടുത്താലോ എന്ന് ഇങ്ങനെ വിചാരിക്കുക. എന്ത് തീരുമാനം? ഡിവോഴ്സ്. എനിക്ക് വയ്യ. ആര് സഹിക്കും അയാളെയൊക്കെ? നീയൊക്കെ ആയിരുന്നു ആ സ്ഥാനത്തെങ്കിലും ഉണ്ടല്ലോ, ഇന്ത്യ വിട്ടുപോയ. അല്ല ഒന്നില്ലെങ്കിൽ അയാളെ നീ കെട്ടിത്തോക്കും, അല്ല നീ എങ്ങോട്ടെങ്കിലും പോയിക്കളയും. അതൊക്കെ വേണം. ഞാനിപ്പോൾ ആലോചിക്കുക എന്താ ചെയ്യേണ്ടത്. നീ ഇതെങ്ങനെ കുഞ്ഞച്ചനോട് പറയും? അതിലും എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഓൾറെഡി അത് പ്രാന്തനാണ്. ഞാൻ എന്ത് പറയുന്നാടി? സംസാരിക്കണം. സംസാരിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. എടുത്തടിച്ച പോലെ അങ്ങനെ ഏത് പറയുന്നത് ഡിവോഴ്സ് വേണമെന്നൊക്കെ? അത് ശരിയാ. പക്ഷെ പുള്ളിയുടെ മൈൻഡ് നോക്കിയിട്ട് സംസാരിക്കണം. അല്ലാതെ എനിക്ക് നേരെ കൊണ്ട് ഡിവോഴ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. പുള്ളിയുടെ അടുത്ത് കൊണ്ട് സംസാരിച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പുള്ളി ഇപ്പോൾ പഴയതിലും പ്രശ്നക്കാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാതിരാത്രിയൊക്കെ ഡോറിന്റെ പുറകിലൊക്കെ ഒളിച്ചു നിൽക്കുന്നു. ഞാൻ രാത്രി കയറി ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഞാനിത് അറിയുന്നില്ലല്ലോടി. സമാധാനമായിട്ട് ഇരിക്കാൻ എന്തായാലും നമുക്ക് നോക്കാം. അതെ നോക്കണം. എന്തെങ്കിലും ഒരു വഴി കണ്ടല്ലേ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ജീവിക്കാനൊന്നും പറ്റില്ല അങ്ങേരുടെ കൂടെ. അത്രയും പ്രശ്നമാണ്. എടുത്തിയായിട്ട് തീരുമാനമൊന്നും എടുക്കണം. ഞാൻ ഇനി ആരെങ്കിലും കൊണ്ടു നടക്കെന്നും പറഞ്ഞ് എന്നെ കൊന്നാലും